മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്നാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന് അതിൻ്റെ 26-ാം വാക്യം. പ്രൈസ് ലോർഡ്. യേശു അവരെ നോക്കി, അവരോട്, ശിഷ്യന്മാരെ നോക്കി പറഞ്ഞ ഒരു കാര്യം, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യം. Jesus looked at the disciples and said, with men this is impossible, but with God all things are possible. അപ്പോൾ മനുഷ്യർക്ക് എല്ലാ കാര്യങ്ങളും പോസിബിൾ അല്ല എന്നുള്ള കാര്യത്തിൽ ഒരു രണ്ട് പക്ഷമില്ല. നമുക്കെല്ലാം അറിയാം, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ ദൈവത്തിന് എല്ലാം പോസിബിളാണ്. So it is a clear fact that as people that we have limitations, but with God all things are possible. ഈ സാഹചര്യം ഒന്ന് നോക്കിയാൽ നമുക്കറിയാം, ഒരു ധനവാനായ ചെറുപ്പക്കാരൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് അവന് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് താല്പര്യമുണ്ട്. അവന് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിത്യജീവനെ അവകാശമാക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? Here we know the context that it is a young rich man who wants to follow Jesus, and he asks, to gain eternal life, what must I do? അപ്പോഴാണ് അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ യേശു പറഞ്ഞു. അത് ഫോളോ ചെയ്യുവാനായിട്ട് അവന് കഴിഞ്ഞില്ല. So Jesus told him some things, but he was not able to follow it. ഇത് കണ്ട് അവൻ പോകുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് വല്ലാതെ ഒരു വിഷമമുണ്ടായി. കാര്യം അവരുടെ ആ വിഷമത്തിൽ നിന്ന് യേശുവിനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആർക്ക് നിന്നെ ഫോളോ ചെയ്യുവാനായിട്ട് കഴിയും? So the young man left away sad, and the disciples saw it and was upset and asked Jesus, then how can anyone be saved? അതിന് ഉത്തരമായിട്ടാണ് പറഞ്ഞത്, മനുഷ്യരാൽ അസാധ്യമാണ്, പക്ഷേ ദൈവത്താൽ സാധ്യമാണ്. So as an answer to that, Jesus said, with men this is impossible, but with God all things are possible. നാം ഇവിടെ കൂടിയിരിക്കുമ്പോഴും ഒരു സത്യം നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് തന്നെ നിത്യജീവൻ പ്രാപിക്കുവാനായി, നമുക്ക് തന്നെ നമ്മുടെ സ്വഭാവം കൊണ്ട് ഈ പൂർണ്ണമായും രക്ഷയിലേക്ക് നമുക്ക് തന്നെ വരുവാനായി കഴിയത്തില്ല. അതിന് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. We have to understand the truth that we by ourselves cannot come into this salvation, but only God can do it. അപ്പോൾ ദൈവത്തെ നാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ദൈവത്തിൻ്റെ പ്രസൻസിനെ നാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് അല്ലെങ്കിൽ നന്നായി ജീവിക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിലും നമ്മളാൽ മാത്രം അത് നടക്കത്തില്ല, ദൈവവും കൂടെ വിചാരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. So if you want to live a good and holy life, we have to be dependent upon God. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ മടങ്ങി വരാം. ഇംഗ്ലീഷ് മീറ്റിങ്ങിലും നാം അതിൽ നിന്ന് കേൾക്കുവാനായിട്ടിടയായി. So let us return to Matthew chapter 13, which we heard in the morning as well. അവിടെ അതിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. I would like to share from verse 1 onwards. അവിടെ യേശു അതിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. വായിച്ചോ. പ്രൈസ് ഗോഡ്. ഇവിടെ നമ്മൾ പലപ്പോഴും, ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ, ഈ ജോലി ചെയ്യുന്നവർക്ക് ഇയർലി ഒരു പെർഫോമൻസ് റിവ്യൂ ഉണ്ട്. So in our lives, when we do our work, yearly there is a performance review. അപ്പോൾ ഈ പെർഫോമൻസ് റിവ്യൂവിൽ നോർമലി 4 കാറ്റഗറീസ് ആണുള്ളത്. So there are 4 categories to that performance review. ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നീഡ് ഇംപ്രൂവ്മെൻറ്റ്. The first category is that you need improvement. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ടറി. The second category is that it is satisfactory. മൂന്നാമത്തെ കാറ്റഗറി മീറ്റ് ഓൾ ദ ഒബ്ജക്റ്റീവ്സ്. So the third category is that meet all the things. നാലാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എബോവ് ആൻഡ് ബിയോണ്ട്, എക്സീഡിങ് എക്സ്പെക്റ്റേഷൻ.
And the fourth final category is that you exceed the expectations. നമുക്ക് ഈ ടേംസ് ഒക്കെ ഭയങ്കര പരിചയമുള്ളതാണ്. We know these terms. അപ്പോൾ ഇതിനകത്ത് ഈ 1ഉം 2ഉം കാറ്റഗറിയിലുള്ളവൻ്റെ കാര്യം പോക്കാം. So the people in the first and second categories, it's not good for them. അവൻ അധികം നാൾ നീണ്ടു പോകത്തില്ല. He won't be able to stay for a long time. 4ാമത്തെ കാറ്റഗറിയിലോട്ട് കയറാമെന്ന് വെച്ചാൽ മാനേജേഴ്സ് തരത്തുമില്ല. And to get into the fourth category, the manager won't be pleased. കാര്യം അവർ പറയും 4ാമത്തെ കാറ്റഗറി നിങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ മേളിൽ പോയി പറയണം എന്തുകൊണ്ട് ഇവന് 4ാമത്തെ കാറ്റഗറി കൊടുത്തെന്ന്. So if we give them the fourth category, the manager has to report that with the authorities. അതുകൊണ്ട് നമുക്കെല്ലാം 3ൽ അങ്ങ് മുന്നോട്ട് പോകാമെന്ന് മാനേജേഴ്സ് നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ധരിപ്പിക്കും. So most of us end up in the third category and go with that. അപ്പോൾ 3ലാണ് മിക്കവാറും എല്ലാവരുടെയും ഇരിപ്പ്. So most of us are here in the third category. ഞാൻ ഇത് വായിച്ചു നോക്കിയപ്പോഴും ഇതിനകത്ത് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. And here in this verse we see a lot of similarities with that. ആദ്യത്തെ ആളുടെ കേസ് എന്ന് പറഞ്ഞാൽ വഴിയരികെ വീണത്. The first thing is that it is a seed that fell by the wayside. ഈ സുവിശേഷം ഈ വിതയ്ക്കുന്നവൻ്റെ ഉപമ നമുക്ക് കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം ഈ വിതയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ്. So when we understand that the sowing is sowing the word of God. അപ്പോൾ ഒരു മെസ്സേജ് തന്നെ ഇന്നിവിടെ ഇരിക്കുന്ന ഒരു 50 പേര് അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 30 എത്രയോ ആയിക്കോട്ടെ, അവർ കേൾക്കുമ്പോൾ ഓരോരുത്തരും റിസീവ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. So one message when preached to many people, they receive it differently. ഒരേ വേർഡ് ഓരോരുത്തരുടെയും അകത്ത് വ്യത്യസ്തമായ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. The same word of God creates different impacts on each people. അപ്പം നമ്മൾ ഇന്ന് റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഇതിങ്ങനെ തട്ടി അങ്ങ് പോകും. So when we receive the word of God, if we are not prepared, the word goes to the wayside. ആദ്യം വീണത് വഴിയരികെ വീണതാ. The first we see that it fell on the wayside. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ കേൾക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അവസാനം പറയുമ്പോൾ ആദ്യം ചിന്തിച്ച് നോക്കുമ്പോൾ എവിടെ തുടങ്ങിയെന്ന് അറിയത്തില്ല. These people hear the word of God, but in the end they begin to be confused and don't know where it is. കാര്യം ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇത് അവരുടെ ഹൃദയത്തിൽ നിന്ന് ആരോണ്ടോ അങ്ങ് എടുത്തു കളയുക. So here it says that out of their heart someone takes it away. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അത് ആരെ എടുത്തു കളഞ്ഞെന്ന് എഴുതിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. പ്രൈസ് ഗോഡ്. വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ പിശാച് വചനം എടുത്തു കളയുന്നു. The devil comes and takes away the word, lest they should believe and be saved. പ്രൈസ് ഗോഡ്. അപ്പോൾ പിശാചും ഈ ചർച്ചിനകത്ത് വരും, പുള്ളിയും അവസാനം ഇരിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ചിലരുടെയൊക്കെ അകത്ത് വചനം വീണ് എങ്ങാണ് ഇവൻ രക്ഷിക്കപ്പെട്ടാലോ എന്ന് ചോദിച്ചിട്ട് പിശാച് ഈ വചനം വീഴുമ്പോഴേ അങ്ങ് എടുത്തു കളയും. So the devil is also there so that he can take away the word lest any of us be saved. നിങ്ങളൊരു സുവിശേഷം പറയുന്ന വ്യക്തിയാണെങ്കിൽ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ അവരുടെ അകത്ത് ഈ വചനം അകത്തോട്ട് പോകുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. In your life, when you begin to speak the gospel to someone, you'll be able to understand if they receive it or not. ഞാൻ പലപ്പോഴും വിഷമിക്കാറുണ്ട്. ഈ വചനം നമ്മൾ അവരോട് ഷെയർ ചെയ്തിട്ടും പിശാച് അടുത്ത നിമിഷം ഇവരുടെ ഹൃദയത്തിൽ നിന്ന് ആ വചനം ഇവരുടെ ഹൃദയത്തിൽ വീഴാതെ വണ്ണം ഇവരുടെ ഉള്ളിൽ നിന്ന് ആ വചനം അങ്ങ് എടുത്തു കളയും. Many times I've observed that when the people receive the word, the Satan comes and takes it away from it. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് പലരും ഈ സുവിശേഷം അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത്. That is why many people don't accept the gospel. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഒരാൾ സുവിശേഷം പറയുമ്പോൾ മറ്റൊരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. That is why when one person speaks the gospel, ഇവന്റെ അകത്തോട്ട് ഈ സുവിശേഷം കേറിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. Because when the gospel comes into their heart, there will be big changes. കാര്യം സുവിശേഷത്തിന് വലിയ ചേഞ്ചസ് വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനായിട്ട് കഴിയും. Because the gospel can create changes in people's life. കാര്യം ഈ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദമാണ്. Because this word is the voice of God. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം നാം മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ അകത്ത് വരണം. ചിലരുടെ അകത്ത് ചെല്ലുന്നതിന് മുമ്പിട്ട് വചനം എടുത്ത് കളയും. So we have to think that when we speak the gospel to someone, before it reaches them, it's taken away. ഹല്ലേലൂയ. രണ്ടാമത്തതാണ് പാറപ്പുറത്ത് വീണത്. The second thing is it fell on the stony places. ഈ പാറപ്പുറത്ത് വീണതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കും, പക്ഷേ
ഇതിനകത്ത് വേര് പോകത്തില്ല. എന്ന് പറഞ്ഞാൽ 2-3 ആഴ്ചകളിലൊക്കെ ഇത് നിൽക്കും. These are the people who hear the word of God, that it may be staying for a short time, but it has no root. ആ കാര്യം ഇത് അവരുടെ ഹൃദയത്തിനകത്തോട്ട് കയറാനായിട്ട് സമ്മതിക്കത്തില്ല. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 20-21 വാക്യങ്ങളിൽ എന്താണ് അവരുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവവചനം എത്ര ക്ലിയർ ആയിട്ട്, അത് യേശു പറഞ്ഞ ഒരു ഉപമയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ഉപമയാണ്. This is a parable that Jesus said, so there's a great importance to it. അവിടെ പറയുന്നു, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ഇത് വീണാൽ അത് അവൻ്റെ ഹൃദയം കല്ലായ ഒരു ഹൃദയം എന്ന് പറഞ്ഞ് ഇത് പാറ സ്ഥലത്ത് വീണതുപോലെയാണ്. അവിടെ എന്ത് പറ്റും? ഞെരുക്കമോ ബുദ്ധിമുട്ടോ എങ്ങാണോ ഉണ്ടായാൽ ഇവൻ ഓടിപ്പോകും. So here this person who's receiving the word of God, their heart is like a stony place, and that if any persecution or tribulation come, it will go away, the word. എന്താണ് ഈ ഞെരുക്കം? So what is this tribulation? അത് മറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നാകാം, നമ്മുടെ ഭാര്യയിൽ നിന്നാകാം, ഭർത്താവിൽ നിന്നാകാം, പേരൻസിൽ നിന്നാകാം, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നാകാം. അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പ്രഷർ വരുമ്പോൾ ഇവനൊരു കാര്യം ചെയ്യും, ഇതിട്ടിട്ട് പോകും. So when the pressure comes from our close people, from our families or close one, because of the pressure, this word goes away. നമ്മളും അങ്ങനെയുള്ളവരെ കാണാറുണ്ട്. We also see. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരും ചർച്ചിൽ വരാറില്ല. അവർ വരാറുണ്ട്, കേൾക്കാറുണ്ട്, 1-2 ആഴ്ചകളിലൊക്കെ ഇങ്ങനെ പോകും. അത് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് മുഖാന്തരം പ്രഷേഴ്സ് ഉണ്ടാകും, ഇത് മുഖാന്തരം വിഷയങ്ങളുണ്ടാകും. Such people come to the church for 2 or 3 weeks, but because of the pressure, they cannot come. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. 3-ാമത്തെ കൂട്ടരാണ് മുള്ളിനിടയിൽ വീണത്. The third category of people is the one where it fell on the thorns. ഹല്ലേലൂയ. അവരെക്കുറിച്ച് പറയുന്നു. അവരുടെ വിഷയം എന്താണെന്ന് നമുക്കവിടെ വായിക്കാം. 13:23 തൊട്ട് വായിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ 3-ാമത്തെ ക്രൈറ്റീരിയയിലുള്ള ആൾക്കാരുടെ അകത്ത് വീണ വചനം ഇത് പല രീതിയിൽ ചോക്ക് ചെയ്യുന്നു, പല രീതിയിൽ ഞെരുക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ അകത്തുനിന്ന് ഇത് എടുത്തു കളയുന്നില്ല. So in the people in the third category, the word is choked among them, but it's not taken away. പ്രൈസ് ഗോഡ്. ഇതൊന്ന് ചിന്തിച്ച് നോക്കണമേ. ഇവൻ്റെ അകത്ത് വീണ വചനം അത് വളരാതെ വണ്ണം, ഫ്രൂട്ട്ഫുൾ ആകാതെ വണ്ണം ഇവനെ മുള്ള് ഞെരുക്കി കളയുക. Such people, when they receive the word, it is choked, and so the word is not be able fruitful. പക്ഷേ ഇവൻ്റെ അകത്തുനിന്ന് എടുത്തു കളയാൻ പിശാചിന് കഴിഞ്ഞില്ല. But the devil cannot take the word away from them. ഇവനെ ഈ പറഞ്ഞ പോലെ ഒരു മറ്റുള്ളവരുടെ സാഹചര്യത്തിൻ്റെ പ്രഷറൊന്നും വന്നിട്ട് പുള്ളി ഇതിനെ വിട്ടിട്ട് പോകുന്നില്ല. Even though the pressure comes from all the situation, he does not leave the word. ഇവൻ്റെ അകത്ത് വചനമുണ്ട്. The word is inside him. ഇവൻ്റെ അകത്തുനിന്ന് വചനം അത് വളരാനായിട്ട് തുടങ്ങി. But when the word started to grow in him, പക്ഷെ വളരാനായിട്ട് തുടങ്ങിയപ്പോൾ കുറച്ച് മുള്ളുകൾ വന്നിട്ട് എന്തോ ചെയ്തെന്നറിയാമോ? ഇവൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തിയിരിക്കുക. So these many thorns came there, and that it blocked the growth of the word. അപ്പോൾ ഇതിനകത്ത് ഈ മുള്ളിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം വചനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു, അൺഫ്രൂട്ട്ഫുൾ ആക്കി കളയുക എന്നുള്ളതേ ഉള്ളൂ. So the purpose of thorns here is, as we see, is to make sure that they are unfruitful. ഹല്ലേലൂയ. അപ്പം നമ്മളെ അന്ന് ചിന്തിച്ചു നോക്കിയേ, ഇവർ ദൈവസഭയിലുള്ള ആൾക്കാരാ. Such people are in the church. കാര്യം അവരെ ആർക്കും അങ്ങോട്ട് പുറകോട്ട് വലിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവരെ ഫ്രൂട്ട്ഫുൾ ആക്കാതെ മുറുക്കിക്കൊണ്ടിരിക്കുക. Such people, the thorns are choking the word and not being fruitful. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ വിചാരിച്ചു ഈ 4-ാമത്തെ ക്രൈറ്റീരിയ എവിടെ ഇരിക്കുന്ന മുഴുവനും. Many of us think that we all are in the 4th criteria. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ ക്രൈറ്റീരിയയേക്കാൾ കൂടുതൽ 3-ാമത്തെ ക്രൈറ്റീരിയ കൂടുതലുള്ള. But many of us are here in this 3rd category. ഞാനില്ല പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കൂടുതലും 3-ലാണ് ലാൻഡ് ചെയ്യുന്നത്. Like I said about the performance, that we all are in the 3rd.
ഹല്ലേലൂയ. നമ്മുടെ ഒരു സിറ്റുവേഷൻസ് പറഞ്ഞാലും ഈ മുള്ള് വന്ന് വല്ലാതെ ഞെരുക്കി കളയുക. Even in our situation, it's that the thorns choke it. ഹല്ലേലൂയ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിലെ മുള്ളുകൾ? So what are the thorns in our life? അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. We have to understand that. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഒരു റിയലൈസേഷൻ വരുന്നത് പിശാച് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നതെന്നുള്ളത്. Only then we can understand how the devil influences us in our life. ഹല്ലേലൂയ. ഒന്ന്, വെറി ഓഫ് ദ വേൾഡ്. The first thing is the worries of this world. ഹല്ലേലൂയ. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അതിനകത്ത് ഒന്ന് വായിച്ചാട്ടെ. അത് ഈ ലോകത്തിൻ്റെ ചിന്ത എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസേൺസ്, നമ്മുടെ ഭാവി എന്താകും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും, നമ്മുടെ ജോലി എന്താകും എന്നൊക്കെ ഉള്ള അനേക ചിന്തകൾ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിലൊരു മുള്ളാണ്. Here what cares of the world means is that all our worries regarding our future is that is what a thorn in our lives. ഹല്ലേലൂയ. അവർ വചനം കേൾക്കുന്നു. എപ്പോഴാണ്? നമ്മളെല്ലാം ഞായറാഴ്ച വചനം കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷത്തിൽ അങ്ങോട്ട് പോകും. അന്നേരം അതാടെ തിങ്കളാഴ്ച ഒരു വിഷയം വരുന്നു. Such people, they hear the word of God on the Sundays, but when it comes to Monday, a problem comes in their life. പ്രൈസ് ഗോഡ്. അപ്പോൾ ഓരോ വിഷയങ്ങൾ വരെ ഇന്ന് നമ്മൾ ജോലിയുടെ ഒരു വിഷയം നമ്മൾ പ്രാർത്ഥിച്ചു. Here we prayed about jobs. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഈ ജോലി ആവശ്യമുള്ള എല്ലാവർക്കും ദൈവം ജോലി കൊടുക്കും. Here God reminded me that God will give job to everyone. പക്ഷേ ഒരു ടൈം ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യുക. But in a time, He sets apart a time to prepare ഈ us. ടൈമാണ് നമ്മുടെ ലൈഫിലെ റിയൽ ടെസ്റ്റ്. This time is a real test in our life. ഈ ടൈമിൽ നമ്മൾ എത്രത്തോളം കംപ്ലൈൻറ്റ് പറയുന്നു, എത്രത്തോളം നമ്മൾ ദൈവത്തോട് പരാതി പറയുന്നു, അതാണ് നമ്മുടെ ജീവിതത്തിലെ ടെസ്റ്റ്. In this time period, how much we complain, that is the test in our lives. എത്രത്തോളം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നോ അവിടെയാണ് നമ്മുടെ ജയം. How long we are able to stay happy, that is our victory there. നമ്മുടെ ജീവിതത്തിലെ സിറ്റുവേഷൻ സ്റ്റേജസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. In our life, the situations will continually change. ഇന്ന് നിങ്ങളുടെ കൺസേൺ ആയിരിക്കത്തില്ല നാളത്തെ നിങ്ങളുടെ കൺസേൺ. What today's concern is not tomorrow's concern. ഇന്നത്തെ പ്രശ്നമല്ല നാളത്തെ പ്രശ്നം. What comes in your life today is not ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രശ്നമല്ല യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രശ്നം. What the kids' issues are not the people who study in the university. അവരുടെ പ്രശ്നമല്ല ജോലി ചെയ്യുന്നവരുടെ പ്രശ്നം. And their issues are not what people with jobs have. വിവാഹം കഴിക്കാത്തവന് വിവാഹം കഴിക്കോളാനായിട്ടുള്ള പ്രശ്നം. The unmarried people, they have their own. വിവാഹം കഴിച്ചവർക്ക് അവരുടെ പ്രശ്നങ്ങൾ. And the married people have their own concerns. ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. People have their own concerns. ഇതൊരിക്കലും തീരുന്ന ഒരു പ്രശ്നമല്ല. ഈ പ്രശ്നങ്ങൾ ഒന്ന് മാറി വന്നുകൊണ്ടിരിക്കും. These concerns and problems will come one by one. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ നല്ല പ്രശ്നങ്ങളാണ്. കാര്യം ഇനിയും ചിലപ്പോൾ വരാനിരിക്കുന്ന അത്ര നല്ലതാവണമെന്നില്ല. Many times I think that the problems I have now is better than the ones coming. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പല കാര്യങ്ങൾ കൊണ്ട് ദൈവജനത്തിൻ്റെ അകത്തു വീഴുന്ന വചനം ഫ്രൂട്ട്ഫുൾ ആകാതെ പോകുന്നു. Here, because of many things, the word of God in people's hearts are being not fruitful. അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ മുള്ളുകൾ നമ്മുടെ ജീവിതത്തിനെ എവിടെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ അകത്തു വീഴുന്ന ദൈവവചനം ഫ്രൂട്ട്ഫുൾ ആകാതെ ഇത് ചോക്ക് ചെയ്ത് കളയുക. You have to understand that what the thorns impact in our lives is that it chokes the word of God and makes us unfruitful. Praise God. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ധനത്തിൻ്റെ വഞ്ചന. The second problem here is the deceitfulness of riches. ഹല്ലേലൂയ. ഇതൊരു വലിയ സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. It is a serious problem here. നമ്മൾ പലപ്പോഴും ഇതിനെ അഡ്രസ്സ് ചെയ്യാറില്ല. And many times we don't even address it. കാര്യം നമ്മുടെ ചർച്ചസിനകത്തും വലിയ പ്രശ്നം ഈ ധനത്തെക്കുറിച്ച്, അതിൻ്റെ മോഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് നമ്മളെ വേറൊരു വലിയ ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെയുള്ള കാര്യം. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാർ പറയും, മോനെ നിന്നെ ഇവിടെ ഉള്ളവനല്ല നീ എന്തോ ചെയ്യണം, നീ കാനഡയിലോട്ടോ അയർലൻഡിലോട്ടൊക്കെ പോകണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അയർലൻഡിൽ പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ അയർലൻഡിലുള്ളവരെ പോലെ വിഷമിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു ജനതയെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. പറയുന്നില്ല, കുഴപ്പമില്ല, നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അയർലൻഡിലുള്ള ആരെ കണ്ടാലും അവർ പറയുന്നത് അവരൊന്നില്ല അമേരിക്കയിൽ പോകാനിരിക്കുക അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോകാനിരിക്കുക, ഒരു സമാധാനവും ഇല്ല. കാര്യം ഈ ധനത്തിൻ്റെ വഞ്ചന കാരണം എന്താ?
അയർലൻഡിൽ ഒന്നും ചെയ്യണമെന്ന് അവർക്ക് താല്പര്യമില്ല. കാര്യം വേറെ അടുത്തോട്ട് പോകുമ്പോൾ ഞാനിവിടെ എന്തോ ചെയ്യാനാ? ഞാൻ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിൽ ചിരിച്ചു കളയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതല്ല. നമ്മൾ നന്നായിട്ട് ചിന്തിക്കും, ഇത് നമ്മുടെ ജീവിതത്തിലെ മുള്ളാണെന്ന് യേശുവാണ് ഇവിടെ പറഞ്ഞത്. We have to understand that Jesus said the deceitfulness of riches is a thorn in our life. വേറെ ആരുമല്ല പറഞ്ഞ, യേശുവാ പറഞ്ഞത്. This is Jesus himself who said it. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വചനങ്ങളും ആര് പറഞ്ഞാലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. All the word in our scripture is important. യേശു പറഞ്ഞ വചനങ്ങളാണെങ്കിൽ അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. And we have to understand how much more important is the words Jesus himself said. ഞാനൊരു ദിവസം സൗദി അറേബ്യയിൽ, എനിക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്നൊക്കെ ഈ ശുശ്രൂഷ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സങ്കീർത്തനം ആരാധനയുടെ മറ്റൊരു ലെവലിലേക്ക് ജനത്തെ കൊണ്ടുവരുന്നതാണല്ലോ. The ministry of Psalms it's a good thing for our churches. ഒരു ദിവസം ഇങ്ങനെ സങ്കീർത്തനത്തിൽ നിന്ന് പ്രസംഗിച്ചതിന് ശേഷം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, One day after I preached from the Psalms, a brother came up to me and said, പ്രസംഗമൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് എഴുതിയ ആളെ എനിക്ക് അത്ര വലിയ പിടിയില്ല, അത്ര വലിയ സന്തോഷമില്ല. The sermon was good, but the one who said it is not, I don't accept it. ദാവീദല്ലേ എഴുതിയത്, പുള്ളിയും ശരിയല്ല, പുള്ളിയുടെ ഫാമിലിയും ശരിയല്ല. The David who wrote it, his family is not right, he himself is not right. Praise the Lord, hallelujah. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്, hallelujah. അദ്ദേഹത്തിൻ്റെ ദാവീദിൻ്റെ ജീവിതത്തിലുള്ള വിഷയങ്ങളൊക്കെ ദൈവത്തിന് അറിയാം. ദൈവം തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് വിളിച്ച ഒരു മനുഷ്യനാണ് ദാവീദ്. We understand that God called David a man after his own heart. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ വചനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. All the words in scripture are important. ഹല്ലേലൂയ. അത് യേശുവിൻ്റെ ആ പാരബിളിലൂടെ ജനത്തെയും ശിഷ്യന്മാരെയും പഠിപ്പിച്ചത് അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനകത്താണ് പലപ്പോഴും നാം തെറ്റിപ്പോകുന്നത്. The parables that Jesus taught is a very basic thing, but we ourselves get confused on that. ഇപ്പോൾ യേശു തന്നെ പറയുകയാണ്, ധനത്തിൻ്റെ ചിന്ത വലിയ അപകടമാണ്. Here Jesus himself said that about wealth, it is a very dangerous thing. ഹല്ലേലൂയ. ഒരു കാലത്ത് നമ്മുടെയൊക്കെ ലൈഫിലുള്ള ഒരു ചിന്തയായിരുന്നു, എങ്ങനെ സെറ്റിലാകാം, എങ്ങനെ ധനം സമ്പാദിക്കാം എന്നുള്ളതൊക്കെ നമ്മുടെ അകത്ത് നമ്മളെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫോഴ്സാണ്. At one point in our lives, we also had these thoughts about gaining wealth. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ വന്ന സാഹചര്യം അതാണ്. Because we grew up in that circumstance. നമ്മൾ മിക്കവാറും അല്ല, നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും കേരളത്തിൽ നിന്നാണല്ലോ വന്നത്. All of us came here from Kerala. ആൽഫ സിസ്റ്റർ തമിഴ്നാട്ടിൽ നിന്നാണ്, ബാക്കിയുള്ളവരൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടെ ജനിച്ചു വളർന്നവരാണല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മളെല്ലാം ട്രെയിൻ ചെയ്തേക്കുന്നത് ഇവിടുന്ന് എത്രയും വേഗം പഠിച്ച് നല്ല ജോലി കിട്ടുന്ന, നല്ല സാലറി കിട്ടുന്ന ആ കോഴ്സ് എടുത്ത് പഠിച്ച് വേറെ എവിടെയെങ്കിലും പോയി സെറ്റിലാകണമെന്നുള്ളതാണ്. Because of that jobless environment there, that we are taught to grow and get a job fast. അപ്പോൾ ഇൻബിൽട്ടായിട്ട് നമ്മുടെ അകത്ത് കിടപ്പുണ്ട് ഈ ധനത്തിൻ്റെ ചിന്ത. So inbuilt in us is this thought of wealth. പിന്നെ ബാക്കി നമ്മുടെ ചർച്ചസിനകത്തുള്ള പ്രസംഗം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് സുഖമായി. And then the sermons in the church are about that as well. അപ്പോൾ നമ്മുടെ അകത്ത് മുഴുവൻ കിടക്കുന്ന ചിന്ത എന്താ? ധനത്തിൻ്റെ ചിന്തയാണ്. So the thought in our life is all about wealth. ഇത് പ്രസംഗിച്ചാൽ എന്താ സംഭവിക്കുന്നത്? What happens when we preach that? നിങ്ങൾ ആരും ഒരു കാലത്തും പ്രയോജനപ്പെടത്തില്ല. That none of us will be fruitful. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതാ സംഭവിക്കുന്നത്. That's what happens in our lives. അപ്പോൾ ദൈവം പറയാണ്, ഇത് നിങ്ങളെ വല്ലാതെ ഞെരുക്കി കളയുന്നത് കൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ചിന്തയെന്ന് പറഞ്ഞാൽ എങ്ങനെ ധനമുണ്ടാക്കണം, എങ്ങനെ ഒരു ബെറ്റർ പ്ലേസിൽ ഞാൻ ആകണം, എങ്ങനെ കുറച്ചുകൂടെ വിശാലതയിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെയുള്ള ചിന്തകളാകുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്പെസിഫിക് പർപ്പസ് അത് നമ്മുടെ ജീവിതത്തെ ഫുൾഫിൽ ആകത്തില്ല. When thoughts of wealth come in our lives, we have to understand that God's specific purpose will not be fulfilled. ഹല്ലേലൂയ. എന്താണ് നമ്മുടെ ലൈഫിൻ്റെ ഒബ്ജക്റ്റീവ്? What is the objective of our life? അവിടെ നിന്നാണല്ലോ മെയിനായിട്ടൊരു ക്വസ്റ്റ്യൻ. ഹല്ലേലൂയ. That is an important question. നമ്മുടെ അയൽവാസികളെക്കാൾ ധനവാനാകണമെന്നുള്ളതാണോ, അതോ ദൈവത്തിന് എൻ്റെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഉണ്ട്, അത് എൻ്റെ ലൈഫിൽ ഫുൾഫിൽ ആകണമെന്നുള്ളതാണോ? Is it not to fulfill God's purpose in our lives? അപ്പോൾ ഇവിടെ ഫലം കായ്ക്കുക എന്ന് ഉദ്ദേശിച്ചേക്കുന്ന അതിനെയാണ്. So what here means to be fruitful is that ദൈവത്തിൻ്റെ പർപ്പസ് അത് ഫുൾഫില്ല് ചെയ്യുന്ന ഒരു കൂട്ടമാണ്. അങ്ങനെയുള്ള കുറേ ഹൃദയങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് സോൾസ്, അവരാണ് 100, 60, 30 മേനി ഫലം കായ്ക്കുന്നവർ. All the people who fulfill the purpose of God, those are the people who give forth in 100-fold.
പക്ഷെ ഒരു മെജോറിറ്റി ആൾക്കാർക്കും ഇതിലേക്ക് വരാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷയം നമ്മുടെ അകത്ത് മുള്ളുകൾ നമ്മളെ ഞെരുക്കിക്കളയുന്നു. But majority of us are not able to come to this because there are thorns in our lives. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി മറ്റൊരു മുള്ളാണ് ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 15 പറഞ്ഞിരിക്കുന്നു, ലോകസുഖം. തീത്തോസ് 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. First John chapter 2 verse 15. Praise the Lord, hallelujah. അപ്പോൾ ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിനോടുള്ള സ്നേഹമില്ല. So if you love the world, the love of the Father is not there. അപ്പോൾ നമുക്ക് ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പാട്ട് പാടാനായിട്ട് കഴിയും. By loving the world, we can sit here and sing songs. നമുക്ക് വർഷിപ്പ് ചെയ്യാനായിട്ട് കഴിയും. We can worship Him. പക്ഷെ ഇവിടെ പറയുന്നു, ലോകത്തെ സ്നേഹിച്ചാൽ നമ്മൾ ഈ പറയുന്നത് ഒക്കെ, നമ്മൾ ഈ പറയുന്ന സ്നേഹമൊക്കെ നമ്മുടെ ഈ ചുണ്ടിൽ നിന്നുള്ള പറച്ചിൽ മാത്രമാണ്, നമ്മുടെ ഹൃദയത്തിൽ ആ സ്നേഹമില്ല. But if we are saying that we have no love of the Father and it's not true in us. ഹല്ലേലൂയ. ഇത് ഒരു ടെസ്റ്റാണ്. നമുക്ക് ഈ നമ്മുടെ ലൈഫിൽ ലോകത്തെ ഉള്ള സ്നേഹം കുറയുന്നതിനനുസരിച്ചാണ് നമുക്ക് പിതാവിനുള്ള സ്നേഹം കൂടുന്നത്. That in our lives, when the love for world decreases, that's when our love for the Father increases. ഹല്ലേലൂയ. നമുക്ക് തന്നെ ഒന്ന് നോക്കാം. ഞാൻ ലോകത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രത്തോളം സ്നേഹമൊന്നും പിതാവിനോട് ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. If we love the world so much, then we have to understand that we don't love the Father. അപ്പോൾ ലോകത്തെ എനിക്ക് വെറുക്കുവാനായിട്ട് കഴിഞ്ഞാൽ എനിക്ക് പിതാവിനുള്ള സ്നേഹമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. So if we are able to hate the world, that means we have the love of the Father. ഇതൊരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. This is not a thing that takes place. ഒരിക്കലും വിചാരിക്കരുത് വലിയൊരു ആരാധന നടന്നു, വലിയ ദൈവസാന്നിധ്യത്തിൽ എൻ്റെ ജീവിതത്തിലെ ലോകസ്നേഹം എല്ലാം അങ്ങ് മാറിയെന്ന്. Don't think that in one worship itself that all of the love of the world will go. ഇത് ഗ്രാജുവലായിട്ടാണ് ഉണ്ടാകുന്നത്. It is a gradual process. എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള വചനങ്ങൾ കേട്ട് 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 ഗ്രാജുവലായിട്ട് നമ്മുടെ ഹൃദയം, ഹല്ലേലൂയ, കർത്താവിനോടുകൂടെ അടുക്കുവാനായിട്ട് ഇടയാകും. It is when we continuously hear the word of God and our hearts grow close to Him. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ വചനങ്ങളും ഒക്കെ എടുത്ത് പ്രസംഗിക്കുന്ന ഒരു കാര്യം. നമുക്കൊരു നിത്യതയാണല്ലോ നമ്മുടെ ലക്ഷ്യം. That's why such words are preached, because our eternity is our objective. ഇന്ന് രാവിലെ കേട്ടതും ഒക്കെ അതാണല്ലോ. നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. God is preparing us for that eternity. ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മളെ നടത്തി നമ്മുടെ കുറവുകളൊക്കെ നമ്മളോട് തന്നെ ബോധ്യപ്പെടുത്തി നമ്മുടെ പരാജയങ്ങളെ കാണിച്ച് ദൈവം നമ്മളെ ആ നിത്യതയിലേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. When God leads us through situations and shows our shortcoming, He's preparing us for that eternity. ഹല്ലേലൂയ. ചിലരുണ്ട് ദൈവത്തെ നല്ലതായിട്ട് സ്നേഹിച്ച് അവരിങ്ങോട്ട് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സമ്പത്തും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ ലോകത്തെ സ്നേഹിച്ച് ദൈവത്തെ വിട്ടു പോകാറുണ്ട്. Many people, when they are loving God, but when the wealth increase in their lives, they begin to love the world and go away from the Father. ദേമാസിനെ കുറിച്ച് അതാ പറയുന്നത്. പൗലോസ് പറയുകയാണ്, ദേമാസ് അവനൊരു ശുശ്രൂഷകനായിരുന്നു, പക്ഷേ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി. That is what the Bible says about Demas, that he loved the world and he departed. എല്ലാ ദിവസവും നമ്മുടെ അകത്തൊരു ചിന്ത വേണം, നമ്മളെ തന്നെ ഒന്ന് നോക്കണം, ഞാൻ ലോകത്തെ ആണോ ദൈവത്തെ ആണോ സ്നേഹിക്കുന്നതെന്ന്. Every day we have to think that, are we loving God or the world? ഞാൻ ഓരോ പ്രാവശ്യവും ഓരോ പാട്ടുകളൊക്കെ പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ മിക്കവാറും വർഷിപ്പുകൾക്കൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഈ പറയുന്നത് പോലുള്ള സ്നേഹം എനിക്ക് നിന്നോടുണ്ടോയെന്ന്. Many times when I am worshiping, I also think, do I love the Father this way? കാര്യം ഈ പാട്ടിനകത്തൊക്കെയുള്ള വരികൾ വളരെ ആഴത്തിൽ അവർ എഴുതി വച്ചിരിക്കുന്ന പാട്ടുകളൊക്കെ പാടുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, വാസ്തവമായും അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? Because when we sing these songs with deep lyrics, we have to understand, do we love God that much? കാര്യം ദൈവം നമ്മുടെ ഹൃദയങ്ങളെ കാണുന്ന ദൈവമാണ്. Because God sees our heart. ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നാം എന്ത് പാടുന്നു, എന്ത് പറയുന്നു, എന്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിനേക്കാളെല്ലാം ഉപരിയായി നിന്റെ ഹൃദയത്തിനകത്ത് എന്താണെന്നുള്ളതാണ് ദൈവത്തിന് അറിയേണ്ടത്. In God's presence, whatever we do, it doesn't matter, that God sees our hearts. അങ്ങനെയല്ലേ അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ളവന്, ഹല്ലേലൂയ, അവന് നമ്മുടെ ഈ കവറിങ് ഒക്കെ
ദൈവത്തിൻ്റെ മുമ്പിൽ സകലതും നഗ്നതും മലർന്നതുമായിട്ടിരിക്കുകയാണ്. Where it is, all things are naked and bare before God. നമ്മുടെ അകത്തു പോകുന്ന ചിന്തകൾ, നിരൂപണങ്ങളൊക്കെ ദൈവത്തിന് ഹല്ലേലൂയ അതൊന്നും മറവായിരിക്കുന്നില്ല. That all of the thoughts entering our head is seen by God. ഇന്ന് നിങ്ങൾ വാസ്തവമായും ജെന്യൂനായും ദൈവസന്നിധിയിലായിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാനായിട്ട് If you are ആഗ്രഹിക്കുന്നു. genuinely in the presence of God, God will bring a change in your life. ദൈവത്തിന് ഏറ്റവും ആവശ്യം കാപഢ്യത്തെയാണ് ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. God hates hypocrisy. നമ്മൾ പുറമേ ഉള്ളത് നോക്കുമ്പോൾ ദൈവം അകമേ ഉള്ളത് നോക്കുന്നു. When we look at the outer things, God looks at the inner. ദൈവസന്നിധിയിൽ നിങ്ങൾ വിശ്വസ്തയോടെ നേരോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനായിട്ട് If you കഴിയും. are faithfully before God, God will bring a change in അപ്പോൾ our lives. എന്താണ് ഈ മുള്ളും പറക്കാരെയും? അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചലഞ്ച്. ഏതൊരു ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ഈ മുള്ളും പറക്കാരെയും ഒന്ന് മാറിയെങ്കിൽ മാത്രമേ, ഈ നമ്മളെ ഞെരുക്കുന്ന മുള്ളുകളൊന്ന് മാറിയെങ്കിൽ മാത്രമേ നാം ദൈവസന്നിധിയിൽ ഫ്രൂട്ട്ഫുൾ ആകത്തുള്ളൂ. In every Christian's life, when these thorns that choke us, when they are removed, only then we can be fruitful. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. These two things cannot go together. അതൊരു റിയാലിറ്റിയാണ്. That is a reality. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും തലമുറകൾക്കാണെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തിനവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. ഹല്ലേലൂയ. ഇവർ കാര്യം ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഈ മറ്റ് കാര്യങ്ങളോടുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ അങ്ങ് മാറും. Even if in our children's life as well, it depends on what importance they give to. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവരുടെ ലൈഫ് കാണുമ്പോൾ, അവരുടെ ഇമ്പോർട്ടൻസ് കാണുമ്പോൾ നമുക്കറിയാം അവർക്ക് ദൈവത്തോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന്. When we see what their importance and priority is, we see how much they love God. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടാലും കണ്ടില്ലേലും നമുക്ക് അവരെ നന്നായിട്ട് നമുക്ക് മനസ്സിലാകും. Even if they pray or not, we are able to understand them. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തോട് സ്നേഹമുള്ളവൻ്റെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറുവാനായിട്ട് ഇടയാകും. Because the person who loves God, his life is changed. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അത് 27-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം അതൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, യെശയ്യാ പറയുന്ന, ക്രോധം എനിക്കില്ല, യുദ്ധത്തിൽ പറക്കാരെയും മുള്ളുകളും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. Here it says, "A fury is not in me, who would set briars and thorns against me in battle." എന്താണ് ഇതിൻ്റെ അർത്ഥം? What is the meaning of this? പലപ്പോഴും ഈ മുള്ളും പറക്കാരെയും നമുക്ക് വിരോധമല്ലെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. That means that briars and thorns in our life are not useful. എന്ന് പറഞ്ഞാൽ നാം വെറുക്കേണ്ടതിനെയൊക്കെ നാം സ്നേഹിക്കുന്നു. That we love what we hate. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ അകത്ത് ഇതിനെയൊക്കെ വെറുക്കണമെന്നുള്ള പൂർണ്ണമായ ഒരു നിശ്ചയമുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. That we have to have a conviction to hate these things. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? സൈന്യങ്ങളുടെ യഹോവ അവൻ ഈ മുള്ളിനെയും പറക്കാരെയും ഒക്കെ ദഹിപ്പിച്ച് കളയുവാനായിട്ടിടയാകും. Then the Lord of hosts himself will remove those thorns. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. ഇത് കത്തി ഒരു ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ച് കളയും. And the light of Israel shall now be a fire, and the Holy One for a flame, and it shall burn and devour the thorns. ഈ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ അകത്തുനിന്ന് മാറണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചാൽ നടക്കത്തില്ല, ദൈവം കൂടെ വിചാരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. If these things have to change our life, not only we should do it, but God himself should do it. പക്ഷേ ഒരു കാര്യം സംഭവിക്കണം, ഇതിനെയൊക്കെ ഞാൻ വെറുക്കണം. But we must be able to hate these things. ഹല്ലേലൂയ. അവിടെയാണ് നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകേണ്ടത്. നാം ഇതിനെയൊക്കെ വെറുക്കണം. That we all should take an initiative to hate these things. നാം പാപത്തെ വെറുത്താൽ പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം മാറ്റും. When we hate sin, God removes it from our life. നാം പാപത്തെ വെറുത്താൽ അതിനെ ഓവർകം ചെയ്യുവാനുള്ള കൃപ നിന്റെ മേൽ ദൈവം പകരും. When we hate sin, God gives us grace to overcome that. നാം ലോകത്തെ വെറുത്താൽ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കും. When we hate lust, that God teaches us how to overcome it. നമ്മൾ പക്ഷേ ഈ പൈസയോട് ചേർന്നിരുന്നാൽ എങ്ങനെയാണ് ഇതിനെ വെറുക്കാൻ ദൈവത്തിന് കഴിയുന്നത്? ദൈവം എങ്ങനെയാണ് ഇതിനെ മാറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന്? But if we are closely attached to wealth, how can God remove it from our lives? അവിടെയാണ് ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം. ഞാൻ ഒരു കാര്യം പറയാം. ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ഫ്രൂട്ട്ഫുൾ ആയവരുടെ ഒക്കെ ജീവിതത്തിൽ
അവരെല്ലാം ഈ സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. That we have to understand that all the people of God who are fruitful went through these കാര്യം stages. ഈ മുള്ളും പറക്കാരെയും എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. Because these briars and thorns are in everyone's life. അവർ ഓരോ സ്റ്റേജിൽ ഇതിനെ ജയിച്ചെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫ്രൂട്ട് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുള്ളൂ. Only if we are winning in each stage, then only the fruit will be displayed in our lives. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒന്ന് വായിക്കാം. സോറി, 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യണം. വലിയ വാഗ്ദത്തങ്ങൾ, വലിയ പ്രോമിസ് നമുക്കുണ്ട്. ഈ പ്രോമിസ് നമുക്കുള്ളത് കൊണ്ട് നിങ്ങൾ ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും സകല കൺമഷങ്ങളും നീക്കിക്കളയണം. Here Paul is telling them that because we have promises, let us cleanse ourselves from all filthiness of the flesh. ഹല്ലേലൂയ. ഇന്ന് ഇംഗ്ലീഷ് മീറ്റിങ്ങിൽ നാം കേട്ടതുപോലെ നമ്മുടെ പ്രോമിസ് എന്താണെന്നുള്ളതാ ചോദ്യം. That we have to understand what our promise is. ഹല്ലേലൂയ. നമ്മുടെ പ്രോമിസ് എന്താണെന്ന് അറിഞ്ഞെങ്കിലേ നമുക്കിതിനെ നീക്കിക്കളയാനായിട്ട് പറ്റത്തുള്ളൂ. Only when we are able to understand the promise, we are able to remove these things. ഈ സ്വർഗത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും അകത്ത് നല്ല ബോധ്യമുള്ളവന് ഈ ലോകത്തിലുള്ളതൊന്നും നീക്കിക്കളയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. If we have a clarity on what heaven and eternity is about, we have no problem removing these things. പലപ്പോഴും നമ്മുടെ അകത്ത് ഈ പ്രോമിസ് എന്താണെന്ന് നമ്മുടെ അകത്തൊരു ബോധ്യമില്ലാത്തത് കൊണ്ട്, ആ നിത്യത എന്താണ് നാം സംസാരിക്കുന്നത് നമുക്കൊരു ബോധ്യത ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ നീക്കിക്കളയാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടായി മാറുന്നത്. Because we don't have a clear idea about what eternity or heaven is, we have a hard time removing these things from our life. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ പ്രോമിസ്, ഇത്രയും വലിയ പ്രോമിസ് നമുക്കുള്ളത് കൊണ്ട് നാം ഇതിനെയൊക്കെ നീക്കിക്കളയണം. So Paul here tells, because we have these promises, that we have to cleanse ourselves. ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ തന്നെ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കർത്തൃമേശയോട് ചേർന്ന് ഇപ്പോഴും വായിക്കുന്ന ഒരു ഭാഗമാണല്ലോ 2 തെസ്സലോനിയർ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ. ഒന്ന് തെസ്സലോനിയർ 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ കാക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. So the God of peace himself sanctify you completely. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവമാണ് നമ്മളെ ശുദ്ധീകരിക്കേണ്ടത്. പക്ഷേ നീക്കിക്കളയേണ്ട വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. So it is God of peace who sanctifies us, but it is our initiative to cleanse ourselves. ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെ ഈ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു മാറ്റമുണ്ടാകത്തുള്ളൂ, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകത്തുള്ളൂ, നമ്മുടെ ലൈഫ് ഫ്രൂട്ട്ഫുള്ളായി മാറത്തുള്ളൂ. Only when these two things are going together in our lives that there's a change and that we are fruitful in our lives. ഹല്ലേലൂയ. ഒരു കാര്യം ശരിയാണ്, നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹായവും അതിനകത്ത് തീർച്ചയായും വേണം. One thing is sure, that you cannot be saved by yourself, but you need the Holy Spirit's presence and help. പക്ഷേ at the same time നമ്മൾ ഇതിനെ വെറുത്തെങ്കിൽ മാത്രമേ ഈ മുള്ള് എനിക്ക് എതിരാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ ജയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. But at the same time, if we realize that we have to hate what we are supposed to hate and remove these thorns, then really we will have that. Praise God. Hallelujah. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ക്രിസ്തീയ ഈ പറയുന്ന വിശ്വാസം തന്നെ ഭയങ്കര ഒരു ഡേഞ്ചറിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. If not, our Christian faith will go in a danger place. ഹല്ലേലൂയ. കാര്യം നമുക്കറിയത്തില്ല നമ്മൾ എന്തോ പ്രസംഗിക്കേണ്ടത്, നമ്മൾ എന്താണ് ഫോളോ ചെയ്യുന്നതെന്ന് ഒരു തലമുറയ്ക്ക് മനസ്സിലാകാത്ത ഒരു സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുക. Then it will go to a stage where the next generation will not understand what the faith is about. ഹല്ലേലൂയ. ജോലി ചെയ്യല്ലെന്നോ സമ്പാദിക്കല്ലെന്നോ പൈസ ഉണ്ടാക്കല്ലെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. I'm not saying against getting a job and getting wealth. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഈ ധനത്തിൻ്റെ ചിന്ത അല്ലെങ്കിൽ ധനത്തിനെക്കുറിച്ചുള്ള ഈ വലിയ ആഗ്രഹം നമ്മുടെ അകത്തുള്ളിടത്തോളം കാലം നമുക്ക് പ്രയോജനപ്പെടാൻ കഴിയത്തില്ലെന്നുള്ളതാണ്.
but that this desire for wealth and this continuous thought will make us unfruitful. അതുപോലെ തന്നെയാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, സാക്ഷികളുടെ വലിയൊരു സമൂഹം നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ സകല ഭാരങ്ങളും വിട്ട്, നിങ്ങളുടെ മുറുകെ പറ്റുന്ന പാപങ്ങളും വിട്ട് നിങ്ങളുടെ മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടണം. That's why it says in Hebrews that because we are surrounded by a cloud of witness, we have to lay aside every sin and burden. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മറക്കരുതേ, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളും ഇത് രണ്ടും നിങ്ങളെ ദൈവത്തിൻ്റെ പർപ്പസിൽ നിന്ന് അകറ്റും. We have to understand that all those desires in our heart, it will remove us from the purpose that God has for us. ഹല്ലേലൂയ. വലിയൊരു ചോദ്യമാണ്, എന്തിനാണ് നിങ്ങൾ ദൈവത്തെ ഫോളോ ചെയ്യുന്നതെന്നുള്ളത്. It's a big question that why we follow God. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പല പേരൻസിനോടും സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ചർച്ചിൽ കൊണ്ടുവരുന്നത് അവർ തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ അവർ കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യണമെന്നുള്ളൊരാഗ്രഹം കൊണ്ടാണോ എന്നോ? Or when we bring our children to church, is it just that they may not be lost, or is it that they may love and serve God? അത് വലിയൊരു ചോദ്യമാണ്. It is a big question. അവർ പഠിത്തത്തിൽ ഏറ്റവും ഉന്നതമായ മാർക്ക് മേടിച്ച് വലിയ നിലയിൽ എത്താൻ വേണ്ടിയിട്ടാണോ അവരെ ദൈവസഭയിൽ നമ്മൾ കൊണ്ടുവരികയും നമ്മുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ദൈവത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. Our intention in doing everything is important before God. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മുടെ പരാജയം നമുക്ക് സംഭവിച്ചത്. Here is where the failure happens to us. നമ്മളതിനെ റിയലൈസ് ചെയ്യണം. We have to understand that. നമ്മൾ ചുരുക്കമായിട്ടാണല്ലോ ഉള്ളത് ഇവിടെ. There are only a few people here. ദൈവത്തിന് ആൾക്കാരുടെ എണ്ണമൊന്നും ഒരു പ്രശ്നമല്ല. It doesn't matter for God how many people are there. ചെറിയ ഒരു കൂട്ടം ദൈവത്തിന് വേണ്ടി വാസ്തവമായും നിൽക്കുവാനായി ഒരു തീരുമാനമെടുത്താൽ അവരുടെ നടുവിൽ ഇറങ്ങുന്നവനായ ഒരു ദൈവമാണ് എൻ്റെ ദൈവം. A small group of people begin to stand for God, God will be in their midst. വലിയ ക്രൂസൈഡുകളിൽ കാണാത്ത ദൈവസാന്നിധ്യം അങ്ങനെ താല്പര്യമുള്ളവർ നടുവിൽ ഇറങ്ങുവാനായിട്ട് ഇടയാകും. The presence of God will be revealed there for people who desire. ഒറ്റ കാര്യം, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഉപമയിൽ നിന്ന് കർത്താവ് അവരോട് കൈമാറിയ ഒരു സന്ദേശമുണ്ട്. ഹല്ലേലൂയ. But some basic things we have to understand which Jesus taught from that parable. ഹല്ലേലൂയ. ആ മൂന്നാമത്തെ സ്റ്റേജിൽ നിന്ന് നമ്മളെ നാലാമത്തെ സ്റ്റേജിലേക്ക് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ ചില മുള്ളും പറക്കാരെയും നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ ചിന്തകളിൽ ഹല്ലേലൂയ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. But God desires for us to go from that third stage to the next stage. But many thorns and briars in our life are concerning us. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വെച്ച് ദൈവത്താൽ സകലതും സാധ്യമാണ്. നമ്മൾ അതാണ് ഇന്ന് ആദ്യം വായിച്ചത് കുറുവാക്യമായി. That's what we read, that with God all things are possible. ദൈവത്താൽ സകലതും സാധ്യമാണ്. That all things are possible with Him. പക്ഷെ നമ്മൾ പലപ്പോഴും അതങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കാൻ നമുക്ക് പാടാം. But it's hard for us to believe it in our lives. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ കുരുക്കി കളഞ്ഞാൽ നിന്നിലൂടെ നടക്കേണ്ട ഒരു പണി അവിടെ നടക്കാതെ പോകും. That if you don't believe it, that the work God desires for us will not be done. ഒരു വേലയ്ക്ക് വേണ്ടിയിട്ട് ദൈവം നിന്നെ കണ്ടതാ. God has seen you for a work. ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ദൈവം നിന്നെ കണ്ടതാ. God has seen you for a specific purpose. നിന്റെ ഭവനത്തിൽ അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് ഹല്ലേലൂയ സന്തോഷമാകുവാൻ വേണ്ടി, അല്ലെങ്കിൽ നിന്റെ ഭവനത്തിൽ ഒരു എക്സാമ്പിളാക്കി ദൈവം നിന്നെ മാറ്റുവാനായി കണ്ടതാ. To be a comfort and joy and example in your home, God has seen you. നിന്റെ തകർച്ച അനേകരുടെ തകർച്ചയ്ക്ക് കാരണമാണ്. That your destruction will be a destruction of നീ എക്സാമിൽ ഫെയിൽ ചെയ്യുമ്പോൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബത്തിലുള്ള സകലരും ഫെയിലാകുക. When you fail as an example, the people in your home will fail because. ഹല്ലേലൂയ. ഞാൻ ചില കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങളെ കണ്ടുകൊണ്ട് വലിയൊരു കൂട്ടം ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരൊരു പക്ഷേ നിങ്ങളുടെ കൂടെ വരുന്നില്ലായിരിക്കാം, പക്ഷെ അവർ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. I say to my children that many people are watching you and they may not be there, but they are seeing you. അല്ലെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള പലരും നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കൂടെ അവർ ചർച്ച വരുന്നില്ലായിരിക്കും, പക്ഷെ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇവന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്. The people in your family are watching you, that they may not come, but they're seeing where you're going. ഹല്ലേലൂയ. നിന്റെ സാഹചര്യങ്ങളിൽ അവർ നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, നീ എങ്ങനെ ഇതിനോട് റിയാക്ട് ചെയ്യുന്നെന്ന്. They are watching how you react to your circumstances. നിങ്ങളിൽ ഒരു വ്യത്യസ്തത അവൻ കണ്ടാൽ അനേകർ കർത്താവിനെ ഫോളോ ചെയ്യുവാനായിട്ട് ഇടയാകും. If they see you as set apart, that they will follow God. ഹല്ലേലൂയ. അനേകരുടെ മുമ്പിൽ അതൊരു ചോദ്യമായി മാറും. It will be a big thing for the people.
കാര്യം അവർ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പ്രത്യേക റെസ്പോൺസിബിലിറ്റിയിലാണ് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. God has given such a responsibility to you. ഇത് ദൈവസഭയിൽ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടും ഇടപെട്ട ഒരു കാര്യമാണ്. നിന്നെ ഒരു സ്ഥാനത്ത് ഞാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ അനേകർ നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അനേകർ നിന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിന്റെ ഉത്തരവാദിത്വം കൂടുതലാണ്. The Holy Spirit has also reminded me that I have put you in the position and that many people are watching you as well. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളോട് ഓരോരുത്തരോടും എനിക്കിന്ന് കൈമാറാനുള്ള ഒരു ദൂത്, ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകുക എന്നുള്ളതാണ്. The message I want to give to each and every one of you is that God desires for you to be fruitful. കാറ്റുകളും ഗോളുകളും നിങ്ങളുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ നീ തകർന്നു പോയാൽ, ഹല്ലേലൂയ, അനേകരുടെ ഹൃദയങ്ങൾ അതിനുപോലെ തകർന്നു പോകുവാനായിട്ട് ഇടയാകും. When you are destroyed by the storms in your life, many people who are watching you are also destroyed. ഇന്ന് ദൈവസന്നിധിയിൽ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മുള്ളും പറക്കാരെയും അവൻ കരിച്ചു കളയും. If you submit yourselves before God, all the thorns he will devour. ആ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒന്ന് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, കർത്താവേ, ഈ മുള്ളും പറക്കാരെയും എനിക്ക് എതിരായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. Like Isaiah the prophet said that the briar and the thorns, if they're against me, എൻ്റെ ഹൃദയം കൊണ്ട് ഇതിനെ ഒന്ന് വെറുക്കുവാൻ എനിക്ക് സാധിച്ചായിരുന്നേ കൊള്ളാമായിരുന്നു. that it would be good if I could hate these things. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രയോജനപ്പെടുവാനായിട്ട് ഇടയാകും. Then only I'll be useful. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിന്റെ സക്സസ് ഇതാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ജയം എന്ന് പറഞ്ഞാൽ ഇതാണ്. The victory of the Christian life is this. ഹല്ലേലൂയ.